അസ്സലാമു അലൈക്കും. എൻ്റെ കുട്ടി ആ അറബ് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവർക്കൊക്കെ വേണ്ടിയാണ്. ഇവളുമാരെയൊക്കെ മനസ്സിലിപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റുമോ? അവൻ്റെ ചെലവിൽ തിന്ന് കൊഴുത്ത് മിനുങ്ങി ഇവിടെ അഴിഞ്ഞാടി നടന്നാലും ആരും അറിയാനൊന്നും പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങളൊരു തോന്നിയാസവും ഇവിടെ നടക്കൂല. അവളെ ഇങ്ങനെ കയറൂരി വിട്ടാലേ എൻ്റെ ചെറുക്കനെ ചതിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിക്കില്ലെന്ന് ആര് കണ്ടോ? ആനമ്മയുടെ വാക്കുകൾ സുറുമിയുടെ ചങ്കിൽ തന്നെ തറച്ചു. അപ്പോഴും സുറുമയുടെ നെഞ്ച് വിങ്ങി ശ്വാസമെടുക്കാൻ കഴിയാതെ പോയത് തൻ്റെ പ്രിയപ്പെട്ടവനെ ഓർത്തായിരുന്നു. ആ മനുഷ്യൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഞാനിവിടെ അനുഭവിക്കുന്ന കുത്തുവാക്കുകളും വേദനകളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ആളെന്നെ ഇങ്ങനെ എന്നെ തനിച്ചാക്കി പോകുമോ? ഒരു പ്രവാസിയുടെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെ കേൾക്കണം? എല്ലാ പ്രവാസി ഭാര്യമാർക്കും ഇതുപോലെ തന്നെയാണോ? കുത്തുവാക്കുകളും തുറച്ചു നോട്ടവും സഹിച്ച് മെഴുകുതിരി പോലെ ഒരുക്കി തീരാൻ വിധിക്കപ്പെട്ടവർ 4 വർഷം മുമ്പേ ഈ നോവിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ പുറത്തു നിന്ന് നോക്കി വിലയിരുത്തുന്നവർക്ക് അറിയില്ലല്ലോ അവനെയും കാത്ത് കണ്ണീരൊഴുക്കുന്ന പെണ്ണ് അനുഭവിക്കുന്ന നോവിൻ്റെ ആഴം. സുറുമി ബെഡിലേക്ക് കമഴ്ന്നടിച്ച് വീണ് ഏങ്ങലടിച്ചു കരഞ്ഞു. എൻ്റെ സങ്കടങ്ങളൊന്ന് പറഞ്ഞു കരയാൻ പോലും എനിക്കിവിടെ ആരുമില്ലല്ലോ എൻ്റെ പഠിച്ചോനെ. ആഷി, നീ അറിഞ്ഞോ? നാളെ നമ്മുടെ റൂമിലേക്ക് പുതിയ 2 പേര് കൂടി വരുന്നുണ്ട്. ഷിഫാൻ പറയുന്നത് കേട്ട് ആഷിഖ് പുതുപ്പിനടിയിൽ നിന്നൊന്ന് തലയുയർത്തി നോക്കി. ചുവരിലേക്ക് ചാരി വെച്ച തലയണയിൽ പുറം അമർത്തി വെച്ച് ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയായിരുന്ന മാഹിറും ഷിഫാൻ്റെ ശബ്ദത്തിന് കാതോർത്തു. 2 പേര് വന്നിട്ട് ഇത്തിരി ഇല്ലാത്ത ആ കുടിസുമുറിയിൽ എവിടെ കിടക്കാനാണടാ? നമുക്ക് തന്നെ നിന്ന് തിരിയാൻ ഇവിടെ സ്ഥലമില്ല. ആഷിഖ് അമർഷത്തോടെ പറയുന്നുണ്ട്. ശരിയാണ്, ആ ചെറിയ മുറിയിൽ ഇപ്പോൾ തന്നെ 5 ചെറിയ കട്ടിലുണ്ട്. അതിലെല്ലാം ആളുമുണ്ട്. ഇനിയും 2 പേരെ എവിടെ കിടത്താനാണ്? അതൊന്നും എനിക്കറിയില്ല. എന്നോട് അഷ്റഫ്ക്കയാണ് വിളിച്ചു പറഞ്ഞത്. ആളോടെ ബോസ് വിളിച്ചു പറഞ്ഞു കാണും. ഷിഫാൻ അലസമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു തുടങ്ങി. അവനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. അതിൻ്റെ ഒരു ക്ഷീണം അവൻ്റെ മുഖത്തുണ്ട്. നമ്മളൊക്കെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ ഇവിടെ ഒരു കട്ടിലും കൂടി ഇടാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ ഒളിച്ചും പാത്തും കാശ് കൊടുക്കാതെ കഴിയുന്നവരൊക്കെ തറയിലിറങ്ങി കിടക്കേണ്ടി വരും. അല്ലാതെ എന്ത്? ആർക്കിട്ടോ കൊള്ളിച്ച് പറയും പോലെ റാഫി തുറന്നടിച്ചതും അത് കൃത്യമായി മാഹിറിൻ്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു. അവൻ മുഖമുയർത്തി നോക്കിയതും റാഫി പെട്ടെന്ന് മറ്റൊന്ന് നോട്ടത്തിരിച്ചു. ആഷിഖിൻ്റെ കണ്ണുകളും ആ സമയം മാഹിറിൽ തന്നെയായിരുന്നു. റാഫി പറഞ്ഞ വാക്കുകളിലെ മുന കൃത്യമായി അവന് മനസ്സിലായിരുന്നു. ഇവിടെ ഇപ്പോൾ വാടക നൽകാതെ താമസിക്കുന്നത് മാഹിർ മാത്രമാണല്ലോ. അവനെ ഉദ്ദേശിച്ച് തന്നെയാണ് റാഫി അങ്ങനെ പറഞ്ഞത്. വല്ലാത്തൊരു സങ്കടം തൊണ്ടയിലേക്ക് തിക്കി മുട്ടി വരുന്നുണ്ടെങ്കിലും മാഹിർ അവനെ ചിരിയോടെ എന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ആഷിഖിന് അവനോട് അലിവ് തോന്നിപ്പോയി ആ നിമിഷം. പാവം, ഒരുപാട് സങ്കടങ്ങൾ ആ ഉള്ളിലൊതുക്കുന്നുണ്ട് പാവം. അവൻ്റെ കയ്യിൽ ഉള്ള കാലത്തെ എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിച്ചവനാണ്. അത് ആഷിഖിന് അനുഭവത്തിലൂടെ അറിയാവുന്നതുമാണ്. വിദേശത്തേക്ക് വന്ന സമയത്ത് ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയെ തന്നെ അന്ന് സഹായിച്ചതും ഒരു ജോലി കണ്ടെത്തി തന്നതും മാഹിറാണ്. ഇവിടെയുള്ള സ്വന്തക്കാരിൽ നിന്ന് പോലും കിട്ടാത്ത സഹായവും സഹാനുഭൂതിയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വെച്ച് നേടിയവൻ. അതൊന്നും ആഷിഖിന് മരണം കൊണ്ടല്ലാതെ മറക്കാനും കഴിയില്ല. ആ സമയത്തൊക്കെ മാഹിറിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. കയ്യിൽ പൈസയും. പ്രാരാബ്ദങ്ങളിൽ നിന്നൊക്കെ കരകയറി വരുമ്പോഴാണ് അടുത്ത പരീക്ഷണം. ഉള്ള ജോലിയും വിസയുടെ കാലാവധിയും തീർന്നു. എന്നിട്ടും അവൻ എങ്ങനെയൊക്കെയോ കുടുംബത്തെ കുറിച്ച് പിടിച്ചു നിന്നത്. കയ്യിൽ കുറച്ചെങ്കിലും കാശില്ലാതെ നാട്ടിൽ പോയാൽ ശരിയാവില്ലെന്ന് തോന്നിയതാണ്. അപ്പോഴാണ് കൊറോണ എത്തിയത്. അതോടെ അവൻ്റെ പിടി വിട്ടുപോയി. ജോലി നഷ്ടപ്പെട്ടപ്പോൾ വാടക കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടിയ മാഹിറിനെ ഈ മുറിയിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ആഷിഖ് തന്നെയാണ്. തന്നെ സഹായിച്ചതിന് പകരം ചെയ്യാനൊരു അവസരമായിട്ടാണ് ആഷിഖ് അതിനെ കണ്ടത്. ഈ മുറിയിലുള്ള മറ്റു 2 പേർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നെങ്കിലും അന്നും റാഫിയും മാത്രം ഇടഞ്ഞു നിന്നു. അവൻ്റെ എതിർപ്പിന് വില കൊടുക്കാതെ ആഷിഖ് മാഹിറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതോടെ റാഫിന് അവനോട് കടുത്ത ദേഷ്യവുമായി. പലപ്പോഴും അവൻ്റെ ഇഷ്ടക്കേട് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും തൻ്റെ നിവൃത്തികേട് കൊണ്ട് അവൻ എല്ലാം ക്ഷമിച്ചു കൊടുക്കും. പിന്നെ റാഫീൻ്റെ മുരടൻ സ്വഭാവം അവൻ ഏറെക്കുറെ മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് കളയും. തൽക്കാലം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക മാത്രമേ നിർവാഹമുള്ളൂ. മറ്റുള്ളവരെല്ലാം തന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നുണ്ടല്ലോ, അത് മതി തനിക്ക്. അവർ വരുമ്പോഴല്ലേ റാഫിയെ
അഷ്റഫ് ഖാനോടെ ഞാൻ സംസാരിച്ചോളാം. ആൾക്ക് അല്പം മനുഷ്യപ്പറ്റുണ്ട്. സംസാരിച്ചിട്ട് വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം കാര്യങ്ങൾ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ ഒരു സീനൊന്നും ഉണ്ടാക്കണ്ട. ആഷിഖിൻ്റെ ശബ്ദം കനത്തിരുന്നു. ഓ ഞാൻ എന്ത് ചൊറിഞ്ഞു എന്നാ? ഒരു ചില്ലിക്കാശ് പോലും ചെലവില്ലാതെ ഇവിടെ അട്ടിപ്പേറ് കൊടുക്കുന്നവരൊക്കെ വൈകാതെ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതല്ലേ ആഷിഖ്? അവൻ്റെ ആ വാക്കുകളിൽ തികച്ചും പരിഹാസമായിരുന്നു. അതും കൂടി കേട്ടതോടെ ആഷിഖ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് തട്ടി എറിഞ്ഞ് ചാടി എഴുന്നേറ്റു. എടാ ചെങ്ങായി, എന്നോട് ഞാൻ പറഞ്ഞില്ലേ വെറുതെ മുള്ളും മുനയും വെച്ച് വിഷം ചീറ്റണ്ടാന്ന്. നീ ഉദ്ദേശിച്ചത് മാഹിറിനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അവനിവിടെ കഴിയുന്നതിൻ്റെ ഷെയറേ നീ ചോദിച്ച് ഞങ്ങൾ 3 പേരും കൂടി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. നിനക്ക് മാത്രം എന്തിനാണ് ഇത്ര ചുരുക്കുന്നത്? നിനക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ കട്ടിലൊന്നല്ലല്ലോ അവൻ കിടക്കുന്നത്. ആഷിഖ് റാഫീനെ നേരെ ചീറിയെടുത്തതും രംഗം വഷളാവുകയാണെന്ന് ഭയന്ന് അത്ര നേരം ഒന്നും മിണ്ടാതെ അവരെ കേട്ടിരുന്ന മാഹിർ എഴുന്നേറ്റ് ആഷിഖിൻ്റെ കയ്യിൽ പിടിച്ചു. ആഷി, ഒന്ന് നിർത്ത്. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? മാസങ്ങളായില്ലേ ഞാൻ ഒരു ജോലിയും കൂലിയില്ലാതെ നിങ്ങളെ ചെലവ് പറ്റി ഇവിടെ അടയിരിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും അവരൊക്കെ വരുമ്പോൾ ഞാൻ തന്നെയല്ലടാ കട്ടിലൊഴിഞ്ഞു കൊടുത്ത് തറയിലൊക്കെ കിടക്കേണ്ടത്. അതിനെ എനിക്കൊരു കുഴപ്പമില്ല. ഈ ഉടലൊന്ന് ചായക്കാൻ ഇത്തിരി ഇടം വേണം. അതിപ്പോൾ കട്ടിലായാലെന്താ, തറയിലായാലെന്താ? നാളെ വെറും മണ്ണിൽ പോയി കിടക്കേണ്ടവരല്ലേ നാം. പിന്നെ ഇതൊക്കെ എന്തായാലും എന്നെ ചൊല്ലി ഇവിടെ ഒരു തർക്കം വേണ്ട. അത് പറയുമ്പോൾ അത്രമേൽ ദയനീയമായിരുന്നു മാഹിറിൻ്റെ ഭാവം. ആഷിഖിന് പാവം തോന്നി. അവൻ്റെ ഉള്ള് നന്നായി നീറുന്നുണ്ട്. വിരഹനോവിനപ്പുറം എടുത്താൽ പൊങ്ങാത്ത കടവും ബാധ്യതയും അതിനു പുറമെ ബന്ധുക്കളുടെ പിഴിയലും ഒരുപാട് വിഷമങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ ഹൃദയക്കൂട്ടിൽ. അവൻ്റെ നിഴല് നടക്കുന്ന തനിക്ക് അവൻ്റെ മനസ്സറിയാൻ കഴിയും. മാഹിർ പറഞ്ഞതുകൊണ്ട് മാത്രം ആഷിഖ് അടങ്ങി. അവരെയൊന്ന് പുച്ഛത്തോടെ നോക്കി റാഫി ഫോണെടുത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. നേരെ ടെറസിന് മുകളിലേക്കാണ്. അവിടെ ഇരുന്ന് കുടുംബത്തിലേക്ക് ഫോൺ വിളിക്കാനുള്ള പോക്കാണ്. അവിടെ ഇരുന്ന് മണിക്കൂറുകളോളം കുറുകിക്കൊണ്ടിരിക്കും. അതുവരെ ആ ശല്യം സഹിക്കണ്ടല്ലോ. അയാൾക്ക് സ്വന്തം ഭാര്യയോടും മക്കളോടും അല്ലാതെ ആരോടും ദയയും സ്നേഹമൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതൊന്നും കേട്ട് നീ വിഷമിക്കണ്ടടാ മാഹി. ആ ജന്തുവിൻ്റെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ. നിനക്ക് തറയിൽ കിടക്കേണ്ടി വന്നാലേ ഞാനും കൂടെ ഉണ്ടാവും. ഞാൻ നാളെ അഷ്റഫിക്കയൊന്ന് വിളിക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ തന്നെ മിത്രത്തെ ചേർത്ത് പിടിച്ചു. അവൻ്റെ സ്നേഹം കണ്ടതും മാഹിറിൻ്റെ നെഞ്ചിലേക്ക് ഒരു മഞ്ഞുകണം വീണു. മാഹിർ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെയൊന്ന് തീരുന്നത് റബ്ബേ? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയാണ് തൻ്റെ ജീവിതം. പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളും പേറി എങ്ങനെ താളം പിഴച്ച് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്നോ. എങ്ങനെ ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുമെന്ന ചിന്തയോടെ മാഹിർ ബെഡിലേക്കിരുന്നു. പിന്നെ ഫോണെടുത്ത് മനസ്സിലുള്ളത് എന്തൊക്കെയോ കുത്തിക്കുറുക്കാൻ തുടങ്ങി. ഉള്ളിൽ വല്ലാതെ നോങ്ങുമ്പോൾ അവൻക്ക് തോന്നുന്നൊരു ഭ്രാന്ത് തന്നെയാണ്. തൻ്റെ മനസ്സിലുള്ളതിനെ അക്ഷരങ്ങളാക്കി പകർത്തിവെക്കും. പ്രാരാബ്ദങ്ങളുടെ ചങ്ങലകളിൽ കുടുങ്ങിപ്പോയ ഒറ്റപ്പൊടൊരു പ്രവാസി. അവൻ എഴുതി അവസാനിപ്പിച്ച വരികൾ അങ്ങനെയായിരുന്നു. കരഞ്ഞൊടുവിൽ എങ്ങനെയോ കിടന്ന് മയങ്ങിപ്പോയിരുന്നവൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ഞെട്ടിപ്പിടഞ്ഞ് എണീക്കുന്നത്. കണ്ണു തുറന്നത് മിന്നൽ പോലെ ഒരു നേൽരൂപം തൻ്റെ മുറിയിൽ നിന്ന് പാഞ്ഞു പോകുന്നത് പോലെയാണ് സുറുമിക്ക് തോന്നിയത്. ചാടിപ്പിടിച്ച് എണീറ്റ് നോക്കുമ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്നതും കണ്ടു. അവൾ പകപ്പോടെ അലസമായി കിടന്ന തട്ടം വലിച്ചെടുത്ത് തലയിലേക്കിട്ട് ഡോറിനടുത്തേക്ക് ചെന്നു. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. പിള്ളേർ സെറ്റ് ഹാളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനി അവരെങ്ങാനും ഇവിടെ നിന്ന് ഓടിയതാണോ? അല്ല, വലിയൊരു രൂപത്തെയാണ് ഞാൻ കണ്ടത്. അവളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ കനൽ വീണു. വെറുതെ ഓരോന്ന് ഓർത്ത് കിടന്നത് കൊണ്ട് തോന്നിയതായിരിക്കുമെന്ന് മനസ്സ് വിലക്കി. എന്നാലും ഡോറ് പോലും ചാരിയതയാണ് ഞാൻ കിടന്നത്. ചാരി വെച്ചതായിരുന്നല്ലോ. ഇനി ഹാലമോൾ എങ്ങനെ തുറന്നു വെച്ചതാവോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണെന്ന് ചെയ്തതെന്ന് ഒരു ഓർമ്മയുമില്ല. അതിനിടയിൽ ഫോൺ എടുക്കുന്ന കാര്യമൊക്കെ മറന്ന് പോയിരുന്നു അവൾ. ഫോൺ വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും സുറുമി വേഗം വന്ന് ഫോണെടുത്ത് നോക്കി. തുമ്പിയാണ്, തൻ്റെ അനിയത്തി. തുമ്പി എന്നത് അവളുടെ വിളിപ്പേരാണ്. റൈഹാന എന്നാണ് യഥാർത്ഥ പേര്. അവൾ ഫോണെടുത്ത് ഹലോ ഇത്താത്ത. സുറുമി ഫോണെടുത്തതും കാതോരം അവളുടെ സ്നേഹം നിറച്ച ശബ്ദമെത്തി. എവിടെ എൻ്റെ ഹാലമോള്? നിങ്ങൾ എപ്പോഴാണ് എങ്ങോട്ട് വരുന്നേ? ഇന്ന് വരുമെന്ന് ഉമ്മ പറഞ്ഞിരുന്നല്ലോ.
അത് കേട്ടിട്ടേ വല്ലിക്കാക്ക് പോയി ഇത്താക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഇത്താക്ക് ഇഷ്ടമുള്ള ഇറച്ചി മീനുമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടോ. എനിക്ക് ഇവിടെ കൊതിയായി കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കളിക്കാൻ. തുമ്പി വാ തോരാതെ ഓരോന്ന് പറയുന്നുണ്ട്. വല്ലപ്പോഴുമല്ലേ അങ്ങോട്ട് ചെല്ലാറുള്ളൂ. അതിൻ്റെ ആവേശവും ആഹ്ലാദമാണ് പെണ്ണിന്. അവളെ കേട്ട് നിൽക്കുമ്പോൾ സുറുമിക്ക് നെഞ്ചിൽ ഒരു കൂർത്ത മുള്ള് കുത്തിയിറങ്ങും പോലെ തോന്നി. അവളും ഒരുപാട് ആഗ്രഹിച്ചു പോരുന്നില്ലേ ഇന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണാൻ. ഇവിടുത്തെ ഉമ്മ സമ്മതിച്ചില്ലെന്നും ഞാനിന്ന് വരുന്നില്ലെന്നും തുമ്പിയോട് എങ്ങനെ പറയും? തൊണ്ടയിലേക്ക് പിടിഞ്ഞ തീരും ശബ്ദം പുറത്തു ചാടാതെ കടിച്ചു പിടിച്ചവൾ ഹലോ ഇത്താത്ത. അപ്പുറത്ത് നിന്നും പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തുമ്പി വീണ്ടും അവളെ വിളിച്ചു. സുറുമി പതിഞ്ഞൊന്ന് മൂളി. എന്താ മിണ്ടാത്തി ഇത്താത്ത, വരൂലേ ഇന്ന്? സുറുമിയുടെ മൗനം വായിച്ചെടുത്തതുപോലെ തുമ്പിയുടെ സ്വരം നിരാശയിൽ കുതിർന്നു. ഇല്ല മോളെ, ഇവിടുത്തെ ഉമ്മാക്ക് സുഖമല്ല. അത് കണ്ടോണ്ട് ഞാൻ എങ്ങനെയാ അങ്ങോട്ട് വരുന്നത്? കള്ളമാണ് അപ്പോൾ നാവിൻ തുമ്പിലേക്ക് വന്നത്. ഹോ, ആ തള്ളക്ക് ഇത്ത വീട്ടിലേക്ക് പോരാണെന്ന് പറയുമ്പോൾ എപ്പോഴുള്ള സൂക്കേട് തന്നെയാണല്ലോ അത്. പോയി പണി നോക്കാൻ പറയണം. അവരെ ആട്ടുതൊട്ടിലിട്ട് ആട്ടാൻ എൻ്റെ ഇത്ര മാത്രമല്ലല്ലോ അവിടെ മരുമകളായിട്ടൊന്നുള്ളത്. വേറെയുണ്ടല്ലോ 2 പേര്. 2 ദിവസം അവരോടങ്ങ് നോക്കാൻ പറഞ്ഞിട്ട് ഇത്ത ഇങ്ങ് പോര്. തുമ്പി കലിപ്പിലാണ്. പെണ്ണിന് ദേഷ്യം വന്നാൽ പിന്നെ അങ്ങനെയാണ്. അവളെ കുറ്റം പറയാനും പറ്റില്ല. മുൻപ് തന്നെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന തുമ്പിയെയും ഉമ്മയെയും അപമാനിച്ചിറക്കി വിട്ട ആനുമ്മയുടെ സ്വഭാവം അവൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ ഇത്താത്തയിട്ട് പൊരിക്കുന്ന ആനുമ്മയോട് അവൾക്കെന്നും ദേഷ്യം തന്നെയാണ്. അത് തുമ്പി ഞാൻ എങ്ങനെയാ? സുർമി പരുങ്ങി. ആനുമ്മയുടെ മുമ്പിൽ ചെന്ന് ഇനിയും കെഞ്ചാൻ വയ്യ അവൾക്ക്. ആ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. വാ തുറന്നാൽ വരുന്നതോ കേട്ടാൽ അറക്കുന്ന വാക്കുകളും. ഇത്താത്ത ഇത്ര പാവമാകുന്നത് കൊണ്ടാ അവരെങ്ങനെ വളരുന്നത്? ഇത്താനെ ഭരിക്കും പോലെ മറ്റു മരുമക്കളെയൊന്നും ആ സ്ത്രീ ഭരിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാ? എൻ്റെ ഇത്ത തിരിച്ചൊന്നും പറയില്ലെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട്. അറിയാം, മരുമക്കളെ അവരുടെ സ്വന്തം വീട്ടിലെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വേർതിരിക്കുന്ന സ്വഭാവമാണ് അവർക്ക്. എന്തുകൊണ്ടും തൻ്റെ വീട്ടുകാരേക്കാൾ മെച്ചപ്പെട്ട തറവാട്ടിൽ നിന്ന് കയറി വന്നവരാണ് ഇവിടെയുള്ള മറ്റു 2 മരുമക്കളും. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരുടെയൊക്കെ ആ സ്ത്രീക്ക് വലിയ സ്നേഹവും ബഹുമാനവുമൊക്കെയാണ്. തൻ്റേത് മാത്രം ധർമ്മകല്യാണമാണെന്നാണ് അവരുടെ വെപ്പ്. അവരെത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും മാഹ്റിന് സുറുമയെ മാത്രം മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന് അതൊക്കെ എപ്പോഴും എടുത്തു പറയുകയും ചെയ്യും. അതുമാത്രമല്ല, ഇത്താത്തമാരെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർ ഇടപെടും. അതുകൊണ്ട് അവർക്കല്പം ഭയമുണ്ട്. തന്നെ എന്ത് വേണമെങ്കിലും പറയാം. ചോദിക്കാൻ തൻ്റെ ഭർത്താവ് നാട്ടിലില്ലല്ലോ. തൻ്റെ സങ്കടങ്ങളൊന്നും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് അവൻക്ക് ടെൻഷൻ കൊടുക്കാൻ സുറുമയും മുതിരാറുമില്ല. ഇത്താനെ കിട്ടിയത് ആ സ്ത്രീയല്ലല്ലോ ഇത്താത്ത. പിന്നെ എന്തിനാ അവരോട് സമ്മതം ചോദിക്കണം? കണ്ണു പൂട്ടിയങ്ങ് പറയണം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണെന്ന്. തുമ്പി പതിവ് ഉപദേശം തുടങ്ങി. സുറുമയെല്ലാം മൂളി കേൾക്കുന്നുണ്ട്. പൊടുന്നുടനെ വാതിൽക്കൽ ആനുമ പ്രത്യക്ഷപ്പെട്ടതും സുറുമി ഒന്ന് പതുങ്ങി. ആരടി ഫോണിൽ? ആരോടെന്നെ അറയിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത്? എൻ്റെ ചെറുക്കനോടാണോ? ആനുമ്മ സുറുമിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് തല എത്തിച്ചു നോക്കി. അല്ല ഉമ്മ, അതെ തുമ്പിയോടെയാണ്. സുറുമി സൗമ്യമായി തന്നെ മറുപടി കൊടുത്തു. ആരെ ഇത്ത? ആ ചൊറിത്തള്ളയാണോ? ഇത്ത അവയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക്. പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞോളാം. ആനുമ്മയുടെ ശബ്ദം കേട്ട് തുമ്പി ഫോണിലൂടെ വിറഞ്ഞു തുള്ളുന്നുണ്ട്. ഈ പെണ്ണിത് ഞാൻ വെക്കുവാട്ടോ തുമ്പി, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു സുറുമി. ആനുമ്മ അവളെ ചൂന നോക്കിക്കൊണ്ട് ആ വാതിൽക്കൽ തന്നെയുണ്ട്. എന്തിടേ നിർത്തിക്കളഞ്ഞത്? എന്നെ കണ്ടത് കൊണ്ടാണോ? അനിയത്തിപ്പെണ്ണിനോട് വിളിച്ച് ഇവിടുത്തെ കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു നീ? എനിക്ക് ആ വേറി പിടിച്ച പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടൂല. അവളെ അതിൻ്റെ നെകളിപ്പും ഭാവവും. വെറുതെയല്ല കെട്ടാച്ചതിക്കായി അവൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ആനുമ്മ തുടങ്ങി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് തൻ്റെ വീട്ടുകാരെ കുറ്റം പറയാൻ തുടങ്ങി. നായിൻ്റെ വാല് നിവരാത്തതുപോലെ ഇവരിൽ ആ സ്വഭാവം താനിപ്പോൾ എന്ത് പറഞ്ഞിട്ട് മാറാൻ പോകുന്നില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവരോട് ഒരക്ഷരം മിണ്ടാതെ സുറുമി പുറത്തേക്ക് പോയി. അടുക്കളയിൽ നിന്നും ചായ വെക്കാറുള്ള പാത്രം കയ്യിൽ എടുത്തപ്പോഴേക്കും എന്തൊക്കെയോ പാത്രങ്ങൾ തട്ടിമുട്ടി താഴെ വീണ് ഒച്ചപ്പാടുണ്ടാക്കി. അതോടെ ആനുമ്മയുടെ പൂരപ്പാട്ട് തുടങ്ങി. എന്നോടുള്ള ദേഷ്യം ആ പാത്രങ്ങളോട് തീർക്കേണ്ട സുറുമി. എൻ്റെ ബാപ്പേ അസൈനാരി വാങ്ങിയതല്ലാതെ അതെങ്ങനെ എറിഞ്ഞു പൊട്ടിക്കാൻ. ആനുമ്മയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും സുറുമി അതൊന്നും ശ്രദ്ധിക്കാതെ യാന്ത്രികമായി അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുന്നുണ്ട്.
ഉമ്മ നമ്മൾ എപ്പോഴാ ഉമ്മുമ്മാൻ്റെ വീട്ടിൽ പോകുന്നത്? ഞാൻ വേറെ പുതിയ ഉടുപ്പ് ഇതത്തെ ഉമ്മ. ആലമോൾ തന്നെ സുറുമിയുടെ വസ്ത്രത്തിൽ പിടിച്ചുലിച്ചുകൊണ്ട് ചോദിച്ചു. ആ കുഞ്ഞിക്കണ്ണുകളിലെ സന്തോഷം കാണുമ്പോൾ നെഞ്ചു വിങ്ങുന്നുണ്ടെങ്കിലും സുറുമി അവളെ നോക്കി ചിരിയോടെ അവളുടെ അവിടത്തേക്ക് കുനിഞ്ഞു നിന്നു. നമുക്കേ പിന്നൊരു ദിവസം പോവാട്ടോ മോളെ, ഇന്ന് പറ്റില്ല, ഉമ്മാക്ക് തലവേദനയാണ്. അവളുടെ താഴെയിൽ പിടിച്ചുകൊണ്ട് സുറുമിയത് പറയുമ്പോൾ ആ കുഞ്ഞിക്കണ്ണിലെ തിളക്കം കിട്ടുപോയിരുന്നെങ്കിലും അവൾ മനസ്സിലായെന്ന പോലെ തലയാട്ടി. ഉമ്മാൻ്റെ പൊന്നു മോള് അവരെ കൂടെ പോയിരുന്ന് കളിച്ചോട്ടോ. സുറുമി കുഞ്ഞിനെ പറഞ്ഞയച്ചു. പിന്നെയും അവളുടെ പണികൾ തുടർന്നു. മാഹിർ വിളിക്കുന്ന സമയം ആവുമ്പോഴേക്കും പണിയൊക്കെ ഒതുക്കി വെക്കും സുറുമി. അവനോട് സമാധാനത്തോടെ ഇരുന്നൊന്ന് മിണ്ടാൻ. അവൾക്ക് ആകെയുള്ളൊരു സന്തോഷം ഇപ്പോൾ അതാണല്ലോ. ഹസീനയും ലബീബയും അവരുടെ വീട് പണി നടക്കുന്ന ഇടത്തേക്ക് പോയതാണ്. ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ചു മാറി അവിടെ ഉപ്പാക്കൊരു തെങ്ങിൻ തോട്ടമുണ്ട്. അവിടെയുള്ള തെങ്ങുകളൊക്കെ മുറിച്ചു മാറ്റി അവിടെയാണ് മാഹിറിൻ്റെ 2 ജ്യേഷ്ഠന്മാർക്കും വീട് വെക്കുന്നത്. പതിവ് സമയമായപ്പോൾ മാഹിർ വിളിച്ചു. ഫോണിൽ അവൻ്റെ പേര് തെളിഞ്ഞതും സുറുമിയുടെ ഉള്ളം വല്ലാതെ തുടിച്ചു. അവൾ ധൃതി പിടിച്ച് ഫോണെടുത്തു. മാഹിറിൻ്റെ മുഖം കണ്ടതും ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെയും തിക്കിമുട്ടി പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊണ്ടു. അസ്സലാമു അലൈക്കും ഭാര്യേ. മാഹിറിൻ്റെ മുഖത്തെ പുഞ്ചിരിയാണ്, എപ്പോഴും ഭംഗിയുള്ള പുഞ്ചിരി. സുറുമി പതിഞ്ഞ ശബ്ദത്തിൽ സലാം അടക്കി. അവളുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയെടുത്തിരുന്നു മാഹി. എന്താടോ തൻ്റെ മുഖമൊക്കെ വല്ലാതെ, അസുഖം എന്തെങ്കിലും ഉണ്ടോ? മാഹിർ എത്ര സ്നേഹത്തോടെയാണ് തിരക്കുന്നത്. പ്രിയപ്പെട്ടവൻ്റെ വാത്സല്യം നിറഞ്ഞ സ്വരം കേൾക്കുമ്പോൾ ഉള്ളിൽ കുമിഞ്ഞു കൂടിയ സങ്കടകൂപാരം അഗ്നിപർവ്വതം പോലെ പുകഞ്ഞു തുടങ്ങിയിരുന്നു. സുറുമി, എന്താണ് മോളെ? അവളുടെ മൗനം കണ്ട് വീണ്ടും തിരക്കി. ചുണ്ടുകൾ പരിഭവം പറയാൻ കൊതിക്കുമ്പോഴും മറ്റെന്തോ ഒന്ന് അവളെ പുറകോട്ട് വലിക്കുന്നു. ഒന്നുമില്ല ഇക്കാക്ക, ഒരു ചെറിയ തലവേദന പോലെ. സുറുമി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഉള്ളിലെ നോവ് ആ ചിരിയെ വികൃതമാക്കിയിരുന്നു. എന്തേ ഇപ്പോൾ ഇങ്ങനെ തലവേദനിക്കാൻ? ആരെങ്കിലും എന്തേലും പറഞ്ഞോ നിന്നെ? അവൻ ചോദിച്ചതും സുറുമിയുടെ മുഖം താഴ്ന്നു. സുറുമി, എൻ്റെ മുഖത്തേക്ക് നോക്കിയിടേ നീ. എന്താ നിൻ്റെ പ്രശ്നം? എന്നോട് പറ. അവൻ ചോദിച്ചതും സുറുമി അറിയാതെ വിതുമ്പിപ്പോയി. നിങ്ങൾക്കൊന്ന് നാട്ടിലേക്ക് വന്നൂടെ ഇക്ക? എനിക്ക് പറ്റണില്ല ഇക്ക നിങ്ങളെ കാണാതെ. ഇടർച്ചയോടെ ചിതറിച്ചെറിച്ച അവളുടെ ശബ്ദം മാഹിറിൻ്റെ ഹൃദയഭിത്തികളിൽ തട്ടിയുടച്ചു. തൻ്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തുള്ളികൾ മാഹിറിൻ്റെ നെഞ്ചിനെ ചുട്ടുപൊള്ളിച്ചു. സുറുമി ആദ്യമായിട്ടാണ് ഇത്രയും സങ്കടത്തോടെ തന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അവളെ ഇത്ര സങ്കടപ്പെട്ട് മാഹിർ കണ്ടിട്ടില്ല. ഒരു നിമിഷം അവളോടൊന്ന് മറുപടി പറയണമെന്നറിയാതെ മാഹിർ പകച്ചുപോയി. ആരുമില്ല എനിക്കിവിടെ, എന്നെ കാണാനും കേൾക്കാനും എനിക്ക് ആരുമില്ല, ഒന്ന് വന്നൂടെ ഇക്ക? സുറുമിയുടെ വിങ്ങുന്ന സ്വരം. സുറുമി, എന്തൊക്കെയാ പെണ്ണെ നീ പറയുന്നത്? ആരുമില്ലെന്നോ? നിനക്ക് നമ്മുടെ മോളില്ലേ അടുത്ത്? സങ്കടവും സന്തോഷമൊക്കെ പങ്കുവെക്കാൻ നിൻ്റെയും എൻ്റെയും ഒക്കെ ഉമ്മയും ഉപ്പയും ബന്ധുക്കളൊക്കെ നിൻ്റെ അടുത്തില്ലേ? നീ എന്നെ ഒന്ന് ഓർത്ത് നോക്കിടേ. എനിക്ക് ആരാനുള്ളത്? ഞാൻ ഇവിടെ തനിച്ചല്ലേ. എൻ്റെ വിഷമങ്ങളൊക്കെ കാണാനും കേൾക്കാനും അള്ളാഹു മാത്രമേ എന്നോടൊപ്പമുള്ളൂ. മാഹിർ സൗമ്യമായി തന്നെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നതല്ലായിരുന്നു സുറുമിയുടെ സങ്കടം. ചുറ്റിലും ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ ഇക്ക? കൂടെ നിങ്ങളില്ലല്ലോ. നിങ്ങളില്ലാതെ ഞാൻ ഒറ്റയ്ക്കിവിടെ മടുത്തു പോകുന്നുണ്ട് ഇക്ക. നിങ്ങളിങ്ങോട്ട് വരണം. ഒന്നും വേണ്ട എനിക്ക്, പൊന്നോ പണമോ ഒന്നും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അല്ലെങ്കിലേ നിങ്ങൾ വരുമ്പോഴേക്കും ഞാനൊരു മുഴുഭ്രാന്തിയായി തീരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആദ്യമായെന്ന പോലെ സുറുമി അവളുടെ മനസ്സ് അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു. മാഹിർ അവളെ ദയനീയമായി നോക്കി. ഇറ്റുവീഴാൻ പാകത്തിൽ 2 തുള്ളി അവൻ്റെ കണ്ണിൽ നിറഞ്ഞു വന്നു. ഒന്നും മിണ്ടാൻ കഴിയാതെ അവളെ നോക്കിയിരിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ ആ പെണ്ണ് കാത്തുവെച്ച ഒരുപാട് സ്വപ്നങ്ങൾ ശ്വാസം വിട്ടാതെ പിഴഞ്ഞു മരിക്കുന്നത് പോലെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുറുമി മുഖത്തേക്ക് കൈ അമർത്തി വെച്ചു. അവളെ നോക്കാൻ കഴിയാതെ മാഹിർ കണ്ണുകൾ ചേർത്തടച്ചു. 2 പേരും പരസ്പരം ഒന്നും മിണ്ടാതെ നിമിഷങ്ങൾ കടന്നുപോയി. മാഹിറിനെ അവളെയൊന്ന് ചേർത്ത് പിടിക്കാൻ കൊതി തോന്നി. ഹാലമോൾ അവിടേക്ക് വരും വരെ സുറുമിയും മാഹിറും മിണ്ടാൻ വാക്കുകൾ ഇല്ലാത്തതുപോലെ ഇരുന്നു. മൗനമാണെങ്കിലും അവരുടെ നിശ്വാസങ്ങൾ പരസ്പരം സങ്കടം പങ്കുവെച്ചു. ഉപ്പാ! കുഞ്ഞിപ്പെണ്ണിനെ കൊഞ്ചിക്കൊണ്ടുള്ള വിളി കേട്ടതും മാഹിർ പെട്ടെന്ന് മുഖം തുടച്ച് ചുണ്ടിൽ ചിരി വരുത്തി. ഹാലമോൾ ഉപ്പയെയും ഉമ്മയെയും മാറി മാറി നോക്കി. അവരുടെ മുഖം കണ്ടപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ സംശയം മുട്ടിട്ടു. ഉപ്പാൻ്റെ പൊന്നൂസ് എവിടെയായിരുന്നു പൊന്നൂസേ? മാഹിർ തിരികെ. ഞാൻ ചിപ്പുത്തൻ്റെ കൂടെ കളിക്കായിരുന്നു ഉപ്പാ.
ഞാനും ഉമ്മ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോവാ ഇന്നതാ. ഉമ്മുമ്മ പോവണ്ടെന്ന് പറഞ്ഞതു കൊണ്ടാ ഞങ്ങൾ പോവാത്തെ. ഹാലമോൾ ഉപ്പയോട് പറഞ്ഞു തുടങ്ങി. സുറുമയുടെ ഇന്നത്തെ വിഷമത്തിനുള്ള ഉത്തരം കിട്ടിയതുപോലെ മാഹിറിൻ്റെ മുഖമൊന്ന് മുറുകി. ഉമ്മുമ്മ ഉമ്മയെ വഴക്ക് പറഞ്ഞോ മോളെ? പറഞ്ഞു. ഹാലമോൾ കേട്ടതൊക്കെ അവൾക്ക് അറിയാവുന്നത് പോലെ മാഹിറിന് പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.